ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരിം പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ ആപദുദ്ധരണ ഹനുമൽ സ്തോത്രമാണ് ഭഗവാന്റെ നിശ്ചയത്താൽ പാരായണം ചെയ്ത് ശ്രീരാമചന്ദ്ര സ്വാമിയുടെയും ഹനുമൽ സ്വാമിയുടെയും പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കാമെന്ന് കരുതുന്നത്. ഈ ആപദുദ്ധാരണ ഹനുമൽ സ്തോത്രം വിഭീഷണനാൽ രചിക്കപ്പെട്ടവയാണ്. ആപത്തിലൊക്കെ അകപ്പെട്ടു പോകുന്നവരെ സദാ രക്ഷിക്കുന്നതിൽ തൽപരനായിരുന്ന, നമുക്കറിയാം, രാമരാവണ യുദ്ധവേളയിൽ തൻ്റെ സൈന്യത്ത് മോഹാലസ്യപ്പെട്ടും മരണപ്പെട്ടും വീണവരെയൊക്കെയും രക്ഷിക്കുന്നതിൽ ഹനുമൽ സ്വാമി എത്രമാത്രം അത്യുത്സാഹത്തോടുകൂടി വർത്തിച്ചുവോ അതേ ഉത്സാഹത്തോടുകൂടി അന്ന് ശ്രീരാമചന്ദ്ര സ്വാമിക്കായിക്കൊണ്ട് ഹനുമൽ സ്വാമി എത്രമാത്രം ഉത്സാഹത്തോടുകൂടി ആ ആപത്തുകളെ തരണം ചെയ്ത് തൻ്റെ സൈന്യത്തെ ആ യുദ്ധത്തിൽ ശ്രീരാമചന്ദ്ര സ്വാമിയെ വിജയിപ്പിക്കുന്നതിൽ ഹനുമൽ സ്വാമി വർത്തിച്ചുവോ അതേ ഉത്സാഹത്തോടുകൂടി അല്ലയോ ഹനുമൽ സ്വാമി ഭഗവാനെ, ശ്രീരാമചന്ദ്ര സ്വാമിയുടെ പ്രജകൾ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെയുള്ള നമ്മളെയൊക്കെ എല്ലാ ആപത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സ്തോത്രമാണ് ആപദുദ്ധാരണ ഹനുമൽ സ്തോത്രം. ഇത് അന്ന് ആ യുദ്ധത്തിൽ ഹനുമൽ സ്വാമിയുടെ വീരപരാക്രമത്താൽ ശ്രീരാമചന്ദ്ര സ്വാമിയുടെ സൈന്യം ജയിക്കാൻ ഇടവന്നപ്പോൾ വിഭീഷണൻ ഹനുമൽ സ്വാമിക്കായിക്കൊണ്ട് രചിച്ച് സമർപ്പിച്ചതാണ് ഈ സ്തോത്രം. ഈ സ്തോത്രം നമ്മൾ ഇന്ന് നോക്കുമ്പോൾ സാമാന്യേനയുള്ള അർത്ഥവും കൂടി നോക്കാമെന്ന് കരുതുന്നു. ഒന്ന് പറഞ്ഞു പോകാമെന്നാണ് കരുതുന്നത്. നമുക്ക് സ്തോത്രത്തിലേക്ക് പതുക്കെ കടക്കാം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹനുമൽ സ്വാമി കീ ജയ്. ആപദുദ്ധാരണ ഹനുമൽ സ്തോത്രം. അസ്യ ശ്രീ ആപദുദ്ധരണ ഹനുമൽ സ്തോത്രമന്ത്രസ്യ വിഭീഷണോ ഋഷി അനുഷ്ടുപ് ഛന്ദഃ. ആപദുദ്ധരണോ ഹനുമാൻ ദേവതാ ആപദുദ്ധരണ ഹനുമൽ പ്രസാദ സിദ്ധ്യർത്ഥേ ജപേ വിനിയോഗഃ. അഥ ധ്യാനം. വാമേ കരേ വൈരിഭിതം വഹന്തം ശൈലം പരേ ശൃംഖലഹാരിടങ്കം ദധാനമച്ഛവിയജ്ഞസൂത്രം ഭജേ ജ്വലത്കുണ്ടലമാഞ്ജനേയം. സപീതകൗപീനമുദഞ്ചിതാങ്കുലിം സമുജ്വലന്മൗഞ്ജജിനോപവീതിനം. സകുണ്ടലം ലംബശിഖാസമാവൃതം തമാഞ്ജനേയം ശരണം പ്രപദ്യേ.
ഇപ്പോൾ അവസാനം വായിച്ച ഈ 2 ശ്ലോകങ്ങൾ ഏത് രൂപത്തിലാണ് ഈ ഒരു ആപദുദ്ധരണ ഹനുമൽ സ്തോത്രം നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഹനുമൽ സ്വാമിയുടെ ഏത് രൂപത്തെയാണ് മനസ്സിൽ ധ്യാനിക്കേണ്ടത് എന്നാണ് പറഞ്ഞു തന്നത്. ഇതിൽ വാമേകരേ വൈരിഭിതം എന്ന് പറയുന്ന ശ്ലോകത്തിൽ ഇടത്തു കൈയിൽ വൈരികളെയൊക്കെ തൻ്റെ ശത്രുക്കളെയൊക്കെ ഭേദിക്കുന്ന ശൈലത്തെയും വലത്തു കൈയിൽ ശൃംഖലഹാരിയായിട്ടുള്ള ടങ്കത്തെയും വഹിച്ചുകൊണ്ട് അത്യധികം നിർമ്മലപ്രഭമായ യജ്ഞസൂത്രത്തെ ധരിച്ചുകൊണ്ടും തിളങ്ങുന്ന ആ ഒരു കുണ്ടലത്തോടു കൂടി ശോഭിക്കുന്ന അഞ്ജനാസുതനായ ശ്രീ ഹനുമാനെ ഭജിക്കുന്നു എന്നാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ശ്ലോകത്തിൽ നമ്മൾ ധ്യാനിക്കുക, അതായത് ഹനുമൽ സ്വാമിയെ ധ്യാനിക്കേണ്ട രൂപം, ഈ ഒരു രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വേണം ആപദുദ്ധരണ ശ്ലോകത്തിലേക്ക് കടക്കാൻ. നമ്മൾ ഇതുവരെ ആ ഒരു ശ്ലോകം തുടങ്ങിയിട്ടില്ല, ധ്യാനത്തിലാണ് നിൽക്കുന്നത്. അടുത്ത 13 ശ്ലോകങ്ങളാണ് ആപദുദ്ധരണ ശ്ലോകം. അത് ശ്ലോകം മുഴുവൻ നമ്മൾ ജപിച്ചതിന് ശേഷമേ, പാരായണം ചെയ്തതിന് ശേഷമേ അതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ ധ്യാനം ചെയ്തതിൽ രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം സപീത കൗപീന മുദഞ്ചിതാങ്കുലിം, അവിടെ ആ ശ്ലോകത്തിൻ്റെ അർത്ഥം മൗഞ്ചി അജിനം ഉപവീതം പീതകൗപീനം എന്നിങ്ങനെ 4 വിധത്തിലുള്ള ബ്രഹ്മചാരി വേഷം കൊണ്ട് അത്യധികം സമുജ്വലനായിട്ടുള്ള ആ മനോഹരമായ കരാങ്കുലികളും കുണ്ടലങ്ങളും തൂങ്ങിക്കിടക്കുന്ന ശിഖയും കൊണ്ട് ശോഭിക്കുന്നവനുമായ ആ ആഞ്ജനേയ സ്വാമിയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. അപ്പോൾ ഈയൊരു രൂപത്തെ മനസ്സിൽ നന്നായി ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ആപദുദ്ധരണ ശ്ലോകമെന്ന ഈ 13 ശ്ലോകങ്ങളിലേക്ക് ഹനുമൽ സ്വാമിയെ നന്നായി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പാരായണം ചെയ്ത് ആ പാദങ്ങളിൽ സമർപ്പിക്കാം. ആപദുദ്ധാരണ ഹനുമൽ സ്തോത്രം. ആപന്നാഖിലലോകാർത്തിഹാരിണേ ശ്രീ ഹനുമതേ അകസ്മാദാഗതോൽപാദനാശനായ നമോസ്തുതേ. സീതാവിയുക്ത ശ്രീരാമശോകദുഃഖഭയാപഹ താപത്രിതയ സംഹാരിന്നാഞ്ജനേയ നമോസ്തുതേ. ആധിവ്യാധിമഹാമാരിഗ്രഹപീഡാപഹാരിണേ പ്രാണാപഹർത്രേ ദൈത്യാനാം ആഞ്ജനേയ നമോസ്തുതേ. സംസാരസാഗരാവർത്തകർത്തവ്യഭ്രാന്തചേതസാം ശരണാഗതമർത്യാനാം ശരണ്യായ നമോസ്തുതേ. രാജദ്വാരി വിലദ്വാരി പ്രവേശേ ഭൂതസങ്കുലേ ഗജസിംഹമഹാവ്യാഘ്ര ചോരഭീഷണകാനനേ. ശരണായ ശരണ്യായ വാതാത്മജ നമോസ്തുതേ. നമഃ പ്ലഗവസൈന്യാനാം പ്രാണഭൂതാത്മനേ നമഃ. രാമേഷ്ടം കരുണാപൂർണം ഹനുമന്തം ഭയാപഹം ശത്രുനാശഹരം ഭീമം സർവാഭീഷ്ടഫലപ്രദം. പ്രദോഷേ വാ പ്രഭാതേ വാ യേ സ്മരന്ത്യഞ്ജനാസുതം അർത്ഥസിദ്ധിം യശസ്സിദ്ധിം പ്രാപ്നുവന്തി ന സംശയഃ. കാരാഗൃഹേ പ്രയാണേ ച സംഗ്രാമേ ദേശവിപ്ലവേ യേ സ്മരന്തി ഹനുമന്തം തേഷാം നാസ്തി വിപത്തദാ. വജ്രദേഹായ കാലാഗ്നിരുദ്രായാമിത തേജസേ ബ്രഹ്മാസ്ത്രസ്തംഭനായാസ്മൈ നമഃ ശ്രീരുദ്രമൂർത്തയേ. ജപ്ത്വാ സ്തോത്രമിദം മന്ത്രം പ്രതിവാരം പഠേന്നരഃ രാജസ്ഥാനേ സഭാസ്ഥാനേ
പ്രാപ്തവാദേ ജപേൽ ധ്രുവം വിഭീഷണകൃതം സ്തോത്രം യഃ പഠേൽ പ്രയതോ നരഃ സർവാപദ്ഭ്യോ വിമുച്യേത നാത്ര കാര്യാവിചാരണ മർക്കടേശ മഹോത്സാഹ സർവശോകവിനാശക ശത്രൂൻ സംഹാരമാം രക്ഷ ശ്രീയം ചാഥ പ്രദേഹി മേ. ഹനുമൽ സ്വാമി കീ ജയ്. ശ്രീരാമചന്ദ്ര ഭഗവാൻ കീ ജയ്. ജാനകീ കാന്തസ്മരണം ജയ ജയ രാമ രാമ. ഈ ആപതുദ്ധാരണ ഹനുമൽ സ്തോത്രത്തിൻ്റെ ഈ ഒരു 13 ശ്ലോകത്തിൻ്റെ സാമാന്യേനയുള്ള അർത്ഥവും കൂടി ഒന്ന് ചുരുക്കി പറയാമെന്ന് കരുതുന്നു. നമ്മൾ ഓരോ ശ്ലോകത്തിൻ്റെ ആയിട്ട് എടുത്ത അർത്ഥം പറയുകയല്ല, എന്നാൽ ഈ ശ്ലോകങ്ങളുടെ മുഴുവനും കൂടി ഒന്നിച്ചു ചേർത്ത് അർത്ഥം പറയാമെന്നാണ് കരുതുന്നത്. ഇതിലാദ്യം ഹനുമൽ സ്വാമിയെ വണങ്ങുകയാണ്. ഹനുമൽ സ്വാമിയുടെ ഗുണഗണങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ഹനുമൽ സ്വാമിയെ വണങ്ങുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അങ്ങനെ വണങ്ങിയാൽ ഭക്തർക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് ഉണ്ടാകുന്നത്, ഭക്തരെ എങ്ങനെയൊക്കെയാണ് ഹനുമൽ സ്വാമി സംരക്ഷിക്കുന്നത് എന്നാണ് പിന്നീട് 2-3 ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആദ്യം തുടങ്ങുന്നത് തന്നെ ആപന്ന അഖില ലോകാർത്തിഹാരിണെ എന്നാണ്. ആപത്തിൽ അകപ്പെട്ടവരുടെ, ഈ എല്ലാ ലോകത്തിലെ സർവ്വലോകങ്ങളിലുമുള്ള ആപത്തിൽ അകപ്പെട്ടവരുടെയൊക്കെ സങ്കടങ്ങളെ ഹരിക്കുന്നവനും, നനച്ചിരിക്കാതെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്കുണ്ടാകുന്ന ഉൽപാദാദികളിൽ നിന്നും രക്ഷയരുളുന്നവനും, സീതാവിയോഗത്തിൽ ശ്രീരാമചന്ദ്ര ഭഗവാനുണ്ടായ ആ ദുഃഖത്തെ നശിപ്പിച്ചവനും, താപത്രയത്തെ സംഹരിക്കുന്നവനും, അതേപോലെ ആധി, വ്യാധി, മഹാമാരി, ദുർഗ്രഹയോഗങ്ങൾ, ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരെയൊക്കെ വേദനിപ്പിക്കുന്നതിൻ്റെ മൂലകാരണങ്ങൾ എന്ന് നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെയുള്ളവയൊക്കെയും ഹരിക്കുന്നവനും, അസുരന്മാരെ വധിക്കുന്നവനും, ഈ സംസാരക്കടലിലെ ചുഴിയിൽപ്പെട്ടിട്ട് എന്ത് ചെയ്യേണ്ടു എന്നറിയാതെ ഉഴലുന്ന നമ്മളെപ്പോലെയുള്ള ശരണാഗതന്മാർക്ക് ശരണമായുള്ളവനും, അതേപോലെ രാജദ്വാര പ്രദേശത്തിലും ദുഷ്ടമൃഗങ്ങളാൽ നിറഞ്ഞ കാനന പ്രദേശത്തിങ്കലും ശരണ്യനായുള്ളവനും, സാക്ഷാൽ വാദാത്മജനുമായിട്ടുള്ള ആ അഞ്ജനാപുത്രനായിക്കൊണ്ട് നമസ്കാരം. ശ്രീരാമചന്ദ്ര ഭഗവാന്റെ പ്രിയനും, അതേപോലെ കാരുണ്യപൂർണനും, ഭയങ്ങളെ അകറ്റുന്നവനും, ശത്രുനാശനനും, സർവാഭീഷ്ടങ്ങളെയും തരുന്നവനുമായിട്ടുള്ള ഈ ശ്രീ ഹനുമൽ സ്വാമിയെ പ്രഭാതത്തിലോ പ്രദോഷത്തിലോ ധ്യാനിക്കുന്നവർക്ക്, അതായത് അതിനൊരു പ്രത്യേക സമയം പറയുന്നില്ല, ഏത് സമയത്ത് പ്രാർത്ഥിച്ചാലും, പലപ്പോഴും നമ്മൾ പറയാറുണ്ട് സന്ധ്യയ്ക്ക് ഹനുമൽ സ്വാമിയെ ഭജിക്കരുതെന്ന്. പക്ഷേ ഇവിടെ വിഭീഷണൻ നമുക്കായിട്ട് പറഞ്ഞു തരികയാണ്, ഏത് നേരത്തും ആ അബദ്ധധാരണ മാറ്റിക്കളയാനുള്ള ഒരു പ്രമാണം കൂടിയാണ് ഈ ഒരു ആപതുദ്ധരണ ഹനുമൽ സ്തോത്രം എന്നുകൂടി നമുക്ക് കാണാം. അപ്പോൾ പറയാണ്, ഏത് സമയത്താണേലും പ്രഭാതത്തിലോ പ്രദോഷത്തിലോ ധ്യാനിക്കുന്നവർക്ക് അർത്ഥവും യശസ്സും സിദ്ധിക്കുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ പറഞ്ഞു, കാരാഗൃഹത്തിൽ വച്ചോ യാത്രാകാലത്തിലോ യുദ്ധത്തിങ്കലോ നാട്ടിൽ കലാപമുണ്ടാകുമ്പോഴോ ശ്രീ ഹനുമാനെ സ്മരിക്കുന്നവർക്ക് ആപത്ത് സംഭവിക്കുന്നില്ല. അപ്പോൾ ഏത് തരത്തിലുള്ള വിഷമഘട്ടത്തിൽ നമ്മൾ എത്തിപ്പെട്ടാലും അപ്പോഴൊക്കെ ഹനുമൽ സ്വാമിയെ നമ്മൾ ധ്യാനിച്ചാൽ ഉറപ്പായും ഹനുമൽ സ്വാമി നമ്മുടെ രക്ഷയ്ക്കായിട്ടെത്തും. പിന്നെ പറഞ്ഞു, വജ്രദേഹനായിട്ടുള്ള ആ കാലാഗ്നിരുദ്ര സ്വരൂപനും അത്യന്തം തേജോമയനും ബ്രഹ്മാസ്ത്രത്തെ പോലും
സ്തംഭിപ്പിച്ചവനുമായിട്ടുള്ള ആ ശ്രീരുദ്രമൂർത്തിയും ഒക്കെയായ ആ ശ്രീ ഹനുമൽ സ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. പിന്നെ പറഞ്ഞത് ഇത് എവിടെയൊക്കെ ജപിക്കണം, ഏതൊക്കെ കാലത്ത് ജപിക്കണം. ആദ്യം ഹനുമൽ സ്വാമിയെ നമസ്കാരം ചെയ്യുന്നതായി കണ്ടു. അതിനുശേഷം ഏതൊക്കെ ആപത്തുകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുമെന്ന് ഒന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെയുള്ള ഹനുമൽ സ്വാമിക്ക് നമസ്കാരം പറഞ്ഞിട്ട് ഏതൊക്കെ സമയത്ത് ഈ സ്തോത്രത്തെ ചൊല്ലണം, ഇനി എവിടെയൊക്കെ ജപിക്കാം എന്നുകൂടി പറഞ്ഞു തരികയാണ്. ഈ സ്തോത്രത്തെ നമ്മൾ നിത്യവും ഇത് ശീലിക്കണമെന്നുകൂടി പറയുന്നു. പിന്നെയോ രാജസന്നിധിയിലും ജനസദസ്സിലും വാദരംഗങ്ങളിലും, നമുക്കറിയാം ഈ സംവാദങ്ങൾ നടക്കുന്ന രംഗങ്ങളിലും ഇതിനെ ജപിക്കണം. കാരണം അവിടെയൊക്കെയും ആ ഒരു ആഞ്ജനേയ സ്വാമിയുടെ സാന്നിധ്യം, ആ ഒരു അഭൗമമായിട്ടുള്ള ആ ഒരു ചൈതന്യം അവിടെ നിറഞ്ഞു നിൽക്കണം. പിന്നെയോ ഇങ്ങനെ വിഭീഷണനാൽ വിരചിതമായിട്ടുള്ള ഈ ഒരു സ്തോത്രത്തെ പഠിക്കുന്നവന് സർവ ആപത്തുകളിൽ നിന്നും മോചനം ഭവിക്കുന്നു എന്നുകൂടി ഈ സ്തോത്രത്തിൻ്റെ ഫലം പറഞ്ഞു വെച്ചു. ഒടുവിൽ 13ാമത്തെ ശ്ലോകത്തിലായിക്കൊണ്ട് പറഞ്ഞു, മഹോത്സാഹനും സർവതാപങ്ങളെയും നശിപ്പിക്കുന്നവനുമായിട്ടുള്ള അല്ലയോ മർക്കടശ്രേഷ്ഠ, എൻ്റെ ശത്രുക്കളെ സംഹരിച്ച് എന്നെ രക്ഷിച്ചാലും. ഈ ശത്രു എന്നത് നമ്മുടെ ഉള്ളിലെ അജ്ഞാനമാണെന്ന് കൂടി അറിയുക. നമ്മുടെ പുറത്തുള്ള വ്യക്തികളോ സാഹചര്യങ്ങളോ ഗ്രഹങ്ങളോ അല്ല നമ്മുടെ ശത്രു, നമ്മുടെ ഉള്ളിലെ അജ്ഞതയാണ്. ആ ശത്രുക്കളെ സംഹരിച്ച് ഈ ഉള്ളവരെയൊക്കെയും ഭഗവാനെ, അവിടുത്തെ ഭക്തരെ അവിടുന്ന് രക്ഷിച്ചാലും. രക്ഷിച്ചോ ശ്രീയം എന്നാണ്, ശ്രീയം ജാഥ പ്രദേഹിമേ, എനിക്ക് ഐശ്വര്യത്തെ തന്നരുളിയാലും. ഇത്രയും കൂടി അതിൻ്റെ ഫലപ്രാപ്തി കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ ആപതുദ്ധരണ ഹനുമൽ സ്തോത്രം ഇവിടെ സമാപിക്കുന്നത്. ഇത് ശ്രീ വിഭീഷണകൃതം ആപതുദ്ധരണ ഹനുമൽ സ്തോത്രം സമ്പൂർണം. ഭഗവാന് ഈ ഉള്ളവളെ കൊണ്ട് പാരായണം ചെയ്യിപ്പിച്ച ഈ ആപതുദ്ധരണ ഹനുമൽ സ്തോത്രവും അതിൻ്റെ സാമാന്യനുള്ള അർത്ഥം പറഞ്ഞതും ഒക്കെ തന്നെയും ഭഗവാനെ, അല്ലയോ ഹനുമൽ സ്വാമി, അല്ലയോ ശ്രീരാമചന്ദ്രസ്വാമി, അവിടുത്തെ പാദാരവിന്ദങ്ങളിൽ പൂജാമലരുകളായി സമർപ്പിക്കുകയാണ്, സ്വീകരിക്കണമേ എന്ന അപേക്ഷയോടുകൂടി ഭഗവാനെ. ഹനുമൽ സ്വാമി കീ ജയ്. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരിം പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ ശ്രീമന്നാരായണായേതി സമർപ്പയാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.